നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂൺ മാസം 27-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കാലവർഷം കൂടുതൽ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഞായറാഴ്ച മുതൽ സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ഞായറാഴ്ചയോടെ മഴയുടെ തീവ്രത വീണ്ടും വർദ്ധിക്കുകയും കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ എന്നീ 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് ഏർപ്പെടുത്തുകയും ചെയ്യും. വരും ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിൽ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മലയോര മേഖലയിലുള്ളവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം കർശന നിർദ്ദേശം നൽകി. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞതോടെ ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് ഉടൻ ആശ്വാസം എത്തുമെന്ന പ്രതീക്ഷ ശക്തമാകുന്നു. പെട്രോൾ, ഡീസൽ വിലയിൽ പെട്ടെന്ന് മാറ്റമുണ്ടാകാൻ സാധ്യത കുറവാണെങ്കിലും വാണിജ്യ LPG സിലിണ്ടറിനും വിമാന ഇന്ധനത്തിനും ജൂലൈ 1 മുതൽ വിലക്കുറവ് പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. പശ്ചിമേഷ്യയിലെ സംഘർഷം ശമിച്ചതും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സാധാരണ നിലയിലായതുമാണ് ക്രൂഡ് ഓയിൽ വില താഴാൻ പ്രധാന കാരണം. നിലവിൽ രാജ്യാന്തര വിപണിയിൽ ബ്രെന്റ് ക്രൂഡിന്റെ വില ബാരലിന് $73 താഴെ എത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് $65 വരെ താഴാൻ സാധ്യതയുണ്ടെന്നാണ് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നത്. നേരത്തെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ ആഗോള ഇന്ധന വിതരണം വലിയ പ്രതിസന്ധിയിലായിരുന്നു. ലോക ചരക്ക് ഗതാഗതത്തിന്റെ ഏകദേശം 20% നടക്കുന്നത് തന്ത്രപ്രധാനമായ ഈ കടലിടുക്കിലൂടെയാണ്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് മുമ്പ് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 40% ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഹോർമൂസ് വഴിയായിരുന്നു എത്തിയിരുന്നത്. തുടർന്ന് വിതരണം കുറഞ്ഞെങ്കിലും സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ള കയറ്റുമതി പിന്നീട് മെച്ചപ്പെട്ടു. എന്നാൽ ഇറാഖ്, കുവൈറ്റ്, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിതരണം ഏറെക്കുറെ നിലച്ച മട്ടിലായിരുന്നു. ഈ സാഹചര്യത്തിൽ യുദ്ധകാലത്ത് എണ്ണക്കമ്പനികൾക്ക് ആശ്വാസം നൽകാൻ കേന്ദ്ര സർക്കാർ കുറച്ചിരുന്ന പെട്രോൾ, ഡീസൽ എക്സൈസ് ഡ്യൂട്ടി പുനഃപരിശോധിക്കാനാണ് സാധ്യത. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞ പശ്ചാത്തലത്തിൽ ആദ്യം എക്സൈസ് ഡ്യൂട്ടിയിൽ മാറ്റം വരുത്തിയ ശേഷമായിരിക്കും റീറ്റെയിൽ ഇന്ധനവില കുറയ്ക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. ക്രൂഡ് ഓയിൽ വില ബാരലിന് $10 വീതം കുറയുകയാണെങ്കിൽ ഇന്ത്യയുടെ വാർഷിക എണ്ണ ഇറക്കുമതി ചെലവിൽ ഏകദേശം $1400 കോടി വൻ ലാഭമുണ്ടാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക നില ഭദ്രമാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും സർക്കാരിന് വലിയ രീതിയിൽ പിന്തുണയേകും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: പാസ്പോർട്ട് അപേക്ഷാ ഫീസിൽ വൻ വർധനവ് വരികയാണ്. പുതിയ നിരക്ക് പ്രകാരം 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ഫീസ് 2500 രൂപയാക്കി. 15 മുതൽ 18 വയസ്സ് വരെയുള്ളവർക്ക് ഇനി മുതൽ 1750 രൂപയായിരിക്കും ഫീസായി നൽകേണ്ടത്. ഇതോടെ പ്രായപൂർത്തിയായവർക്ക് 1000 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. തൽക്കാൽ പാസ്പോർട്ടിനും ഫീസ് വർധനമുണ്ട്. 60 പേജുള്ള പാസ്പോർട്ടുകൾക്ക് 3500 രൂപയായും ഇതിന്റെ തൽക്കാൽ അപേക്ഷകൾക്ക് 5000 രൂപയായും നിരക്കുയർത്തി. നിലവിൽ 36 പേജ് പാസ്പോർട്ടുകൾക്ക് 1500 രൂപയായിരുന്നു നിരക്ക്. ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് നിലവിൽ 27 രാജ്യങ്ങളിൽ വിസയില്ലാതെ സഞ്ചരിക്കാം. 47 രാജ്യങ്ങളിൽ വിസ ഓൺ അറൈവൽ സൗകര്യമുണ്ട്. ഈ വിസ സൗകര്യം ഇന്ത്യക്കാർക്ക് നൽകുന്നത് 66 രാജ്യങ്ങളാണ്. അതേസമയം ഇന്ത്യൻ പാസ്പോർട്ട് പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ലെന്നും അതൊരു യാത്രാരേഖ മാത്രമാണെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പൗരത്വം തെളിയിക്കുന്ന മറ്റു രേഖകളുമായി പാസ്പോർട്ടിനെ താരതമ്യം ചെയ്യരുതെന്നും അധികൃതർ വിശദമാക്കിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഏറ്റവും ദരിദ്രരായ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള അന്ത്യോദയ അന്ന യോജന മഞ്ഞ റേഷൻ കാർഡുകളുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ മാറ്റത്തിനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിനായി 2013 ഭക്ഷ്യഭദ്രതാ നിയമം ഭേദഗതി ചെയ്യും. നിലവിൽ ഓരോ അന്ത്യോദയ കുടുംബത്തിനും അംഗങ്ങളുടെ എണ്ണം പരിഗണിക്കാതെ പ്രതിമാസം 35 കിലോ ഭക്ഷ്യധാന്യം നൽകുന്ന രീതിയാണ് മാറുന്നത്. പകരം ഓരോ അംഗത്തിനും 7 കിലോഗ്രാം വീതം നൽകും. എന്നാൽ ഒരു കുടുംബത്തിന് ലഭിക്കാവുന്ന പരമാവധി ഭക്ഷ്യധാന്യം 35 കിലോ തന്നെയായി തുടരും. ഈ പുതിയ ഭേദഗതി പ്രകാരം 1-2 പേർ മാത്രമുള്ള അന്ത്യോദയ കുടുംബങ്ങൾക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 35 കിലോ ഭക്ഷ്യധാന്യത്തിൽ കുറവുണ്ടാകും. എങ്കിലും കൂടുതൽ അംഗങ്ങളുള്ള കുടുംബങ്ങൾക്ക് അർഹമായ വിഹിതം കൃത്യമായി ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത്. അതോടൊപ്പം ജൂലൈ മാസം മുതൽ APL കാർഡുകൾക്ക് ഗോതമ്പ് വിതരണം പുനരാരംഭിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്.
ഇത് സാധാരണക്കാരായ നിരവധി APL കുടുംബങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. മുൻപ് നിർത്തലാക്കിയിരുന്ന ഈ ഗോതമ്പ് വിതരണം പുനരാരംഭിക്കുന്നതിലൂടെ വിപണിയിലെ വിലക്കയറ്റത്തിന് ഒരു പരിധിവരെ തടയിടാൻ സാധിക്കും. ജൂലൈ മാസം മുതൽ റേഷൻ കടകൾ വഴി 3 കിലോ വരെ ഗോതമ്പാണ് APL കാർഡുകൾക്ക് ലഭിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ അർഹരായ ഗുണഭോക്താക്കൾക്കായുള്ള ജൂൺ മാസത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനായി 1080 കോടി രൂപയാണ് ധനകാര്യ വകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. നിലവിൽ അർഹരായവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ വീതമുള്ള പെൻഷൻ തുക എത്തി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബാങ്കുകളുടെ സെർവർ പ്രശ്നങ്ങളോ സാങ്കേതിക ബുദ്ധിമുട്ടുകളോ കാരണം ചിലരുടെ അക്കൗണ്ടുകളിൽ പണം പ്രതിഫലിക്കാൻ കാലതാമസമുണ്ടായേക്കാം. എന്നതിനാൽ തുക ഉടനടി കണ്ടില്ലെങ്കിലും ആശങ്കപ്പെടേണ്ടതില്ല. വാർദ്ധക്യകാല വിധവ ഭിന്നശേഷി കാർഷിക തൊഴിലാളി പെൻഷനുകൾ കൈപ്പറ്റുന്നവർക്കാണ് ഈ ഘട്ടത്തിൽ തുക ലഭിക്കുന്നത്. എന്നാൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് സഹകരണ സംഘങ്ങൾ വഴി പണം നേരിട്ടെത്തിക്കുമ്പോൾ ആ തുക മറ്റാവശ്യങ്ങൾക്കായി വകമാറ്റുകയോ പിടിച്ചുവെക്കുകയോ ചെയ്യരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ കേന്ദ്ര വിഹിതത്തിന് അർഹതയുള്ള NSAP ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടത്തിൽ 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്ര വിഹിതം കുറച്ചുള്ള തുകയാകും ലഭിക്കുക. എങ്കിലും ഈ കുറവ് വന്ന തുക പരമാവധി ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ആധാറുമായി ബന്ധിപ്പിച്ച അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഏറ്റവും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. കഴിഞ്ഞ ദിവസം ഇരട്ട നിരക്കുകളുമായി എത്തിയ സ്വർണ്ണവിലയിൽ 2026 ജൂൺ 26 ഇന്ന് വെള്ളിയാഴ്ച വർധനവ് രേഖപ്പെടുത്തി. 22 കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 25 രൂപ കൂടി 12,980 രൂപയും പവന് 200 രൂപ കൂടി 1,03,840 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും വാർത്തകൾ ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.